നമ്മൾ ആലപ്പുഴയിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ ഇപ്പോൾ വരുന്നൊരു വാർത്ത, കോളേജ് വിദ്യാർത്ഥിനി ബസ്സിൽ നിന്ന് തെറിച്ച് വീണു എന്നതാണ്. അല്ലമീൻ എന്ന ബസ്സിൽ നിന്നാണ് പെൺകുട്ടി തെറിച്ച് വീണത്. ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. അതിന്റെ CCTV ദൃശ്യങ്ങൾ ആദ്യം കാണാം. ആലപ്പുഴയിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീഴുന്ന വിദ്യാർത്ഥിയുടെ CCTV ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പേടിപ്പെടുത്തുന്നതാണ് ആ ദൃശ്യവും. ആലപ്പുഴയിലും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും അപകടവും ഒക്കെ തുടർക്കഥയാണ്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന കുട്ടി, ആ കുട്ടിക്ക് പരുക്കേറ്റു. ആ കുട്ടിക്കൊപ്പം നമ്മുടെ പ്രതിനിധി YS അഭിനന്ദ് ഉണ്ട്. അഭിനന്ദ്, ആ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എങ്ങനെയാണ് ഈ അപകടമെന്നാണ് കുട്ടി പറയുന്നത്? അനുജ, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം വേഗതയ്ക്ക് ഒരു തുടർക്കഥയായി മാറാൻ സാഹചര്യമുണ്ട്. കായംകുളം പുനലൂർ റോഡിലും ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകളുടെ ഡ്രൈവർമാർ തമ്മിൽ കലഹിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 2 ആഴ്ച മുൻപാണ് ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷന് സമീപം, അതായത് വലിയ ചുടുകാട്ടിൽ വെച്ച് ഇത്തരത്തിലേക്ക് ഒരു അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനകത്ത് പ്രധാനമായിട്ടും ഈ ബസ് സ്റ്റോപ്പിൽ നിർത്തണമെന്ന് ഈ കോളേജ് വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു. പുന്നപ്ര കോപ്പറേറ്റീവ് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ BTech വിദ്യാർത്ഥിയായ ദേവി കൃഷ്ണയായിരുന്നു ഈ സ്വകാര്യ ബസ് ഡ്രൈവറിനോട് ആവശ്യപ്പെട്ടത് ഇത്രയും വേണ്ട തന്റെ സ്റ്റോപ്പ് എത്തി അവിടെ നിർത്തണമെന്ന്. പക്ഷേ ഈ വേഗത മൂലം അത് ശ്രദ്ധിച്ചില്ല, അവിടേക്ക് നിർത്താൻ ആവശ്യപ്പെട്ടു. പിന്നീട് സ്വകാര്യ ബസ്സിൽ നിന്ന് ആ കുട്ടി ഇറങ്ങുന്നതിന് മുമ്പ് ആ വലിയ വേഗതയിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ആ കുട്ടി ദേവി കൃഷ്ണ തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു അന്ന് ആ സംഭവം ഉണ്ടായതെന്ന് പറയാം? അന്ന് ഞാൻ എപ്പോഴും കയറുന്ന പോലെ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ കോളേജിൽ നിന്ന് കയറുന്നത്. അവിടുന്ന് കയറിയിട്ട് ST കോളേജൊക്കെ ആയപ്പം പിള്ളേരെ കയറ്റാൻ തുടങ്ങി. അത് നിൽക്കാൻ പോലും അത്ര സ്പേസ് പോലും ഇല്ലാത്ത രീതിയിലാണ് അവർ കൊണ്ടുപോയത്. ഭയങ്കര സ്പീഡാണ്. എന്നിട്ട് ചുടുകാട് ജംഗ്ഷൻ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ സ്റ്റോപ്പായി, ഒന്ന് ഇറക്കിത്താന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ഡ്രൈവറും ശ്രദ്ധിക്കുന്നില്ല, കണ്ടക്ടർ ആണെങ്കിലും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് സ്പീഡ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ലോ ആക്കി തന്നു. ഞാൻ കുറേ ഷൗട്ട് ചെയ്ത കാരണം സ്ലോ ആക്കിയതും ഞാനോർത്ത് എന്നെ ഇറക്കാനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്റ്റെപ്പിൽ നിൽക്കുക. സ്പീഡിൽ പെട്ടെന്നെടുത്ത് എനിക്ക് ബാലൻസ് പോയിട്ട് കോൺക്രീറ്റ് പോസ്റ്റിൽ ചെന്ന് തലയിടിച്ച് അപ്പം തന്നെ അൺകോൺഷ്യസ് ആയിരുന്നു. നേരെ ആശുപത്രിയിലേക്ക് പോകാൻ അവര് ബസ്സുകാരല്ല കൊണ്ടുപോയത്, പുറകെ വന്ന ഒരു വണ്ടിയിലുള്ള കുറച്ച് പേര്, കാർ വന്ന ഡ്രൈവറും കണ്ടക്ടറും ഒന്നും നിങ്ങളെ ശ്രദ്ധിച്ചതേ ഇല്ലായിരുന്നു. സ്റ്റോപ്പ് ചെയ്തു, പക്ഷെ അവർ വന്ന് ഇറങ്ങി നോക്കാനും ഞങ്ങൾ കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു തീരുമാനം പോലും അവരെടുക്കാണ്ടാണ് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാന്നുള്ള രീതിയിൽ അവർ പോയി. പിതാവ് കൂടി ചേരുന്നുണ്ട്. അപ്പം ഈ സമയത്ത് തന്നെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവരുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് മൊഴിയൊക്കെ കുഞ്ഞിൻ്റെ എടുത്തിരുന്നു. പിന്നെ സ്പോട്ട് വന്ന് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. പിന്നെ അതിനുശേഷം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഇവിടെ വന്നിരുന്നു. അതിനുശേഷം FIR ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെത് ഇനി ഫൈനൽ റിപ്പോർട്ട് കോടതി കൊടുത്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ഇത്. പിന്നെ അതിനോട് അനുബന്ധിച്ച് 3 മാസത്തെ ലൈസൻസ് ഡ്രൈവറിൻ്റെയും കണ്ടക്ടറെയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് അത് ഡോറ് അടയ്ക്കാതായിരുന്നു. പിന്നെ കുഞ്ഞിന് വീണതിന് ശേഷം അവരുടെ പ്രാഥമിക കടമയെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലും ചെയ്യാതെ ട്രിപ്പ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ കൊണ്ടുപോയത്. അതിനുശേഷം പുറകെ വന്നൊരു ഫാമിലിയാണ് കുഞ്ഞിനെ കാറിനകത്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് ഇപ്പം ബോധമില്ലായിരുന്നു. പിന്നീട് അതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ബോധം വന്നത്. അതിനുശേഷം പിന്നെ അവിടെ ചെന്ന് സ്കാനിങ് എല്ലാം നടത്തി. അപ്പം തലയ്ക്ക് നല്ല ഷേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു ന്യൂറോ സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ വെച്ച് തന്നെ ഞങ്ങൾ അമൃത ബുക്ക് ചെയ്തൊരു ന്യൂറോ സർജനെ കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വീണ്ടും എടുത്തപ്പോഴാണ് പറഞ്ഞത് ഇത് ഷേക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കുഞ്ഞിന് ഫിറ്റ്സ്, അതുപോലെ തന്നെ മെമ്മറി ലോസ്, സ്പീച്ച്, പിന്നെ തലച്ചോറിലെ ചുരുക്കം, അങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ മരുന്ന് 2 ആഴ്ചത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഇപ്പോഴാണ് നിങ്ങൾ വന്നപ്പോഴാണ് പതിയെ ഒന്ന് ഇറങ്ങി വന്നത് തന്നെ. അതാണ് അനുജ, ആലപ്പുഴ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് ഇരയായ ദേവി കൃഷ്ണയും അതോടൊപ്പം തന്നെ പിതാവിൻ്റെയും പ്രതികരണമാണ് കണ്ടത്. ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് ബസ് ഡ്രൈവറുടെയും ഒരു കാര്യം കൂടി, ഇപ്പോൾ ബസ് അതിൽ കണ്ടക്ടർക്കും ഡ്രൈവർക്കും അവരുടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് അവർ നിർത്തി, പക്ഷേ ട്രിപ്പുമായി അവർ മുന്നോട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും ഇത് തിരിഞ്ഞു നോക്കിയില്ല എന്നാണോ? അതുകൂടി അവരോടൊന്ന് ചോദിക്കൂ.
ആ യാത്രക്കാർ ആ സമയത്തും ഒരാളും ഇടപെട്ടില്ലായിരുന്നു. ഇല്ല, അവരെല്ലാം അവർക്ക് യാത്ര അങ്ങ് ട്രിപ്പ് അവർ നിർബന്ധിച്ച് എന്താണ് ഈ ഡ്രൈവറും കണ്ടക്ടറും പറയുന്നത്. അവർക്ക് എന്ന് വെച്ചാൽ അവരുടെ സ്പോട്ടിൽ എത്തുക, ഡെസ്റ്റിനേഷൻ എത്തുക എന്നുള്ളതാണ്. അങ്ങനെ പോയി അപ്പം പുറകെ വന്ന ആ കാറുകാർ ആ പയ്യനും അമ്മയും കൂടെയാണ് കൊണ്ടുപോയത്. പിന്നെ കുട്ടിയുടെ കൂട്ടുകാരിയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നല്ലോ. ഈ സാന്ദ്ര എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു കൂടെ. അതാണ് ഇറങ്ങി വന്നിട്ട് ഈ ഡ്രൈവറിനോടും കണ്ടക്ടറിനോടും പറഞ്ഞിട്ട് ഓട്ടോ വിളിച്ചു തരാൻ പറഞ്ഞു. തൊട്ടപ്പുറത്ത് തിരുവമ്പാടി ജംഗ്ഷനാണ്, ഒരു 70 മീറ്ററേ ഉള്ളൂ ഈ സ്പോട്ടിൽ നിന്ന്. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് തരാൻ പറഞ്ഞിട്ട് പോലും ഇല്ല, ഞങ്ങൾക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് പിന്നെ അങ്ങനെ വിഷമിച്ച് എല്ലാവരും കൂടെ അപ്പുറത്തുള്ളവരൊക്കെ ഓടി വന്നു. അപ്പോഴാണ് ഈ കാറ് വന്ന് ഇവരെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവിട്ടിട്ട് പോയത്. അതുതന്നെയാണ് അനുജ വ്യക്തമാക്കുന്നത്. സ്വകാര്യ ബസ് ഡ്രൈവർ ഇടപെട്ടില്ല, കണ്ടക്ടർ ഇടപെട്ടില്ല, ഒപ്പം ഉണ്ടായിരുന്ന യാത്രക്കാർക്കും നേരെ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് എത്തുക എന്നത് മാത്രമായിരുന്നു പ്രധാനം. അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നീട് ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരിയാണ് ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്നല്ലേ ആ പിതാവ് പറഞ്ഞു അഭിനന്ദ്? നമ്മുടെ അമൃത ആശുപത്രി അത് തന്നെയാണ് അനുജ, അങ്ങനെ തന്നെയാണ് വ്യക്തമാകുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തു. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കി. കണ്ടക്ടർക്കും ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികളൊക്കെ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ദേവികൃഷ്ണയുടെ മൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ സ്വകാര്യ ബസ് മത്സരയോട്ടത്തിന്റെ ഇര തന്നെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും.